ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ സുന്ദര സുദിനങ്ങൾ, പുണ്യദിനങ്ങൾ, സ്വന്തം അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിനങ്ങൾ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നൂനം എന്നൊക്കെ ഉള്ള പാട്ടുകൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയം. കണ്ണീരാര് തരും പശ്ചാത്താപത്തിൽ പാപം കഴുകാൻ. ഈ ഈരടികളൊക്കെ കേൾക്കുമ്പോൾ എവിടെ നിന്നൊക്കെ ഒരു അനുതാപത്തിൻ്റെ മാറ്റൊലി ഹൃദയത്തിൽ പ്രവേശിക്കുന്ന ഒരു കാലം. ശരിക്കൊരു മാനസാന്തരത്തിന്റെ കാലമാണ്. സുവിശേഷകനായ മത്തായി ശ്ലീഹ 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാനിലൂടെയും 4-ാം അധ്യായം 17-ാം തിരുവചനം ഈശോനാഥനിലൂടെയും നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യവും ഇതുതന്നെയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ സ്വർഗരാജ്യം സമീപത്തെത്തിയിട്ടുണ്ട്. പക്ഷെ സ്വർഗരാജ്യം ബലവശ്യമാണ്. ബലം പ്രയോഗിച്ച് സ്വന്തമാക്കണം. അതിന് മാനസാന്തരം വേണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ അന്തരമാണ്, മാറ്റമാണ്. മാറ്റം ആരംഭിക്കേണ്ടത് അത് മനസ്സിലാണ്. മെത്തനോയിയ, തിരിഞ്ഞു നോട്ടം, തിരിഞ്ഞു നടക്കൽ, തിരിഞ്ഞു നോക്കണം. ദൈവത്തിൽ നിന്ന് ഞാൻ എത്ര നടന്നകന്നു എന്ന് തിരിഞ്ഞു നോക്കി വിചിന്തനം ചെയ്ത് വിലയിരുത്തി അതേ വേഗത്തിൽ അല്ലെങ്കിൽ അതിലധികം വേഗത്തിൽ ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കാനുള്ള കാലമാണ് നോമ്പുകാലം. അപ്പൊ തിരിഞ്ഞു നോക്കാനുള്ള കാലമാണ്, തിരുത്താനുള്ള കാലമാണ്, തിരിഞ്ഞു നടക്കാനുള്ള കാലമാണ്, ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള കാലമാണ്. നമുക്ക് തിരിഞ്ഞു നടക്കാം, തിരികെ എത്താം, ദൈവഭവനത്തിലാകാം. ആമേൻ.